പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ ഇൻവെസ്റ്റിഗേറ്റീവ് ന്യൂസ് ചാനലായി ദി ജേർണലിസ്റ്റ് മാറാൻ പോകുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാർത്തകൾ വിശ്വസിക്കുന്ന, എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അതിന് മുന്നോടിയായി കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി നിരവധി യാത്രകളും അന്വേഷണങ്ങളും ദി ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കഴിഞ്ഞു. പലപ്പോഴും എൻ്റെ വീഡിയോകൾ ചാനലിൽ കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതായിരുന്നു. കാറിലിരുന്ന് ഞാൻ പലപ്പോഴും വീഡിയോകൾ ചെയ്തതിൻ്റെ കാരണവും ഈ മുഴുവൻ സമയ യാത്രകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഞാൻ തീരെ സജീവമായിരുന്നില്ല. ഇന്നലെ പക്ഷെ വളരെ യാദൃശ്ചികമായി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ICL ഫിൻകോർപ്പ് എന്ന കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൻ്റെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നതായിരുന്നു ആ പരസ്യം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ പരസ്യം ഇപ്പോൾ കാണിക്കുന്നത് എന്ന്. അതിന് ഒരു കാരണമുണ്ട്, ശക്തവും വ്യക്തവുമായ കാരണം. ICL ഫിൻകോർപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ദി ജേർണലിസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റഡാറിൻ്റെ നിരീക്ഷണത്തിലുള്ള സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, സേവ് ബോക്സ് എന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ജേർണലിസ്റ്റ് SIT നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ICLനെയും സേവ് ബോക്സ് തട്ടിപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഗുരുതരമായ രേഖകൾ ലഭിച്ചിരുന്നു. ICL ഫിൻകോർപ്പും ഉടമ KG അനിൽകുമാറും സേവ് ബോക്സ് തട്ടിപ്പ് നടത്തിയ സ്വാതിക് റഹീമും തമ്മിൽ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ രേഖകൾ. സ്വാതിക് റഹീം സേവ് ബോക്സ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് കോടികളാണ് ICL ഉടമ KG അനിൽകുമാറിനും മറ്റ് ഡയറക്ടർമാർക്കും കൈമാറിയിട്ടുള്ളത് എന്ന് ആ രേഖയിൽ വ്യക്തമായിരുന്നു. ICL ഫിൻകോർപ്പ് എനിക്കറിയാവുന്ന സ്ഥാപനമാണ്. എൻ്റെ നാടായ ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലുള്ള ഒരു കുപ്രസിദ്ധ ഓൺലൈൻ തട്ടിപ്പ് വീരൻ ICLനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് അന്ന് തെളിവ് സഹിതം പുറത്തുവിട്ട് പൊളിച്ചടുക്കിയ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ICLനെതിരെ ഗുരുതരമായ കോടതി രേഖകൾ ലഭിച്ചതിന് പിന്നാലെ അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാനും വിശദീകരണം തേടാനും ഞാൻ ICL CMD KG അനിൽകുമാറിനെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. ഹലോ, അനിലേട്ടനല്ലേ? ഹലോ, അതെ. ചേട്ടാ, എൻ്റെ പേര് യദു എന്നാണ്. ഞാൻ ദ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഓൺലൈനിൻ്റെ ചീഫ് എഡിറ്ററാണേ. ഒന്ന് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ അറിയാനായിട്ടായിരുന്നു. കാര്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് ഈ നിങ്ങളുടെ സ്ഥാപനമായിട്ടും ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നേരിട്ട് സംസാരിക്കാൻ വെച്ചിട്ടായിരുന്നു. അതല്ലേ? ഒരു സ്കാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്. ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് നേരിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെപ്പറ്റി ഒരിക്കൽ നമ്മളെ സഹായിച്ച ആളാണ്. ഏതാ? യദു ഒരിക്കൽ നമ്മളെ സഹായിച്ച ആളാണെന്ന്. അല്ല, അതല്ല. ഞാനപ്പോ ഇത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ, കണ്ടിട്ടില്ല. മറ്റൊരു ഷൈജു മുഖാന്തരം. അപ്പൊ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ 2-3 ദിവസത്തേക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടാ പോരെ? എന്നൊന്ന് പറയോ? ഇതെന്റെ നമ്പർ, ഒന്നുകിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഞാൻ ഫീഡ് ചെയ്തോണ്ട് അവര് മുഖാന്തരം കണ്ടാൽ മതിയോ? കാരണം അവരായിട്ട് എനിക്ക് ഡയറക്റ്റ് തന്നെ കാണണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫിഡൻഷ്യൽ ആയ കാര്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കില്ല. അന്ന് ആദ്യം അനിൽകുമാർ പറഞ്ഞത് 3 ദിവസം സ്ഥലത്തുണ്ടാകില്ല എന്നും ഞാൻ അവരെ സഹായിച്ചയാളാണ്, ഓർമ്മയില്ലേ എന്നുമൊക്കെയാണ്. പക്ഷെ ഞാൻ അതൊന്നും ഗൗനിക്കാതെ വിഷയത്തിൻ്റെ തീവ്രത അദ്ദേഹത്തെ മനസ്സിലാക്കിക്കാനാണ് ശ്രമിച്ചത്. വളരെ ഗൗരവതരമായ വിഷയമാണെന്നും വലിയൊരു സ്കാം അഥവാ തട്ടിപ്പുമായി ICL ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞതോടെ അനിൽകുമാറിന്റെ ഭാഷ തന്നെ പാടെ മാറി. നമുക്ക് എപ്പോഴാണ് ഏതൊന്ന് കാണാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ എപ്പോഴാണെങ്കിലും റെഡിയാണ്. അനിലേട്ടൻ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് വരാം. ഞാൻ ആക്ച്വലി ഇപ്പൊ 2 ദിവസം ഉണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? സ്ഥലത്തില്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴാ വരുന്നത്? നാളെ വന്നാലോ? ഒന്ന് രാവിലെ. എത്ര മണിക്ക് വരാ? രാവിലെ എപ്പോഴാ പറഞ്ഞോളൂ. ഇരിങ്ങാലക്കുടയല്ലേ? ഓഫീസിലേക്കല്ലേ? മതി. അപ്പൊ ഞാൻ രാവിലെ ഒരു 10 മണി നാളെ. ഞാൻ അതതിന് മുമ്പാക്കണോ?
ഞാൻ ഇതിൽ വിളിച്ചു പറഞ്ഞാ പോരെ ഏതൊരു? ഓ മതി മതി മതി. തൊട്ടു മുമ്പത്തെ സെക്കൻഡിൽ 3 ദിവസം കഴിഞ്ഞേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ അനിൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ താൻ 2 ദിവസം ഇവിടെ തന്നെയുണ്ട്, ഇങ്ങോട്ട് പോരെ എന്ന നിലയിലേക്കായി. യദുവിൻ്റെ സമയം പറഞ്ഞാൽ താൻ റെഡിയാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. നോക്കുക ആ ഭാഷയിലെ വ്യത്യാസം. അതുതന്നെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഊർജം. ഇതൊരു 12 മണിക്ക് വന്നോളൂ നാളെ. നാളെ 12 മണിക്ക് ഓഫീസിലല്ലേ? ഓഫീസിൽ അറിയോ? 2 മണിക്കൂറിന് ശേഷം തിരിച്ചു വിളിച്ച അനിൽകുമാർ പിറ്റേന്ന്, അതായത് ഞാൻ ഈ ഫോൺ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 12 മണിക്ക് ഇരിങ്ങാലക്കുടയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നേരിട്ട് കാണാമെന്ന് അറിയിച്ചു. അനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ വെച്ച് തെളിവുകൾ അദ്ദേഹത്തെ കാണിച്ച് ഇതേക്കുറിച്ച് വിശദീകരണവും ആരാഞ്ഞു. സ്വാതിക് റഹീമുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് എന്നോട് സമ്മതിച്ച അദ്ദേഹം തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവുകൾ വീട്ടിലുണ്ട് എന്നും അത് ഉടനെ എത്തിക്കാമെന്നുമൊക്കെ പറഞ്ഞ് എന്നെ 1 മണിക്കൂറോളം അവിടെ അദ്ദേഹം അനാവശ്യമായി പിടിച്ചിരുത്തി. പക്ഷേ ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തെളിവുമില്ല, ഒരു വിവരവുമില്ല എന്നതായിരുന്നു അവസ്ഥ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി തിരക്കുകൾ ഉള്ളതിനാൽ അതിനപ്പുറം അവിടെ ഇരിക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ വ്യക്തമായിരുന്നു എന്നതിനാൽ കൂടി ആ സമയം കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. വൈകാതെ തെളിവുകൾ വാട്സപ്പിലോ മെയിലിലോ എനിക്ക് അയച്ചു തരാം എന്ന അനിൽകുമാറിൻ്റെ ഉറപ്പിന്മേൽ ഞാൻ അവിടെ നിന്ന് കൈ കൊടുത്തു പിരിഞ്ഞു. 2 ദിവസത്തിന് ശേഷം തെളിവുകളോ വിശദീകരണമോ ഒന്നും എൻ്റെ വാട്സപ്പിലോ ഇമെയിലിലോ ലഭിക്കാത്തതിനാൽ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് തെളിവുകളും വിശദീകരണവും ചോദിച്ച് വാട്സപ്പിൽ ഒഫീഷ്യലായി ഒരു മെസ്സേജും അയച്ചു, കാണുക. പക്ഷേ ഇതുവരെ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ അതേസമയം നിരവധി വമ്പന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ നേരിൽ കാണണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി വിളിച്ചുകൊണ്ടേയിരുന്നു. മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്തും രാജ്യം നടുങ്ങുന്ന നിരവധി വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ള മുതിർന്ന ദേശീയ മാധ്യമ പ്രവർത്തകരുമായ വ്യക്തിയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ICLനെതിരെ തിരിഞ്ഞാൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് അയാൾ ഏറ്റവും ഒടുവിൽ എന്നോട് പറഞ്ഞത്. എൻ്റെ ജേർണലിസ്റ്റിക് മര്യാദ വെച്ച് അയാളും ഞാനും സംസാരിച്ചതിൻ്റെ റെക്കോർഡ് ഞാനിപ്പോൾ പുറത്തുവിടുന്നില്ല. ഇനി എൻ്റെ എതിർവശത്ത് ചേർന്ന് എനിക്കെതിരെ നീങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ ഭാവമെങ്കിൽ പഴയ സൗഹൃദങ്ങളൊക്കെ ഞാനും മറക്കും. അയാളുടെ മുഴുവൻ ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വിടുകയും ചെയ്യും. എന്നെ വിളിച്ച മറ്റൊരാൾ ഭീഷണി സ്വരത്തിൽ എന്നോട് പറഞ്ഞത് KG അനിൽകുമാർ തൻ്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് നിരവധി ഓൺലൈൻ ചാനലുകളിലൂടെ എനിക്കെതിരെ വ്യാജ കഥകൾ, അപവാദ പ്രചാരണങ്ങൾ തുടങ്ങിയവയൊക്കെ നടത്തി എന്നെ നാണം കെടുത്തുകയും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. പോലീസിലെ സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ എടുപ്പിക്കുമെന്ന് പറഞ്ഞവരും അത്തരത്തിൽ ഭീഷണി മുഴക്കിയവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്തിനാണ് ഇവരൊക്കെ എന്നെ കാണണമെന്നും ഈ വിഷയം സംസാരിക്കണമെന്നും പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ പ്രതികരിക്കാതെ നിശബ്ദനായിരിക്കുന്നത്? മുമ്പ് ഒരു ലീഗൽ വെബ്സൈറ്റിൽ ലഭ്യമായിരുന്ന ഞങ്ങൾ ശേഖരിച്ച കോടതി രേഖകൾ എന്തുകൊണ്ട് പൊടുന്നനെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി? ദുരൂഹതകൾ ഏറുകയാണ്. അതുകൊണ്ട് തന്നെ സേവ് ബോക്സും ICLും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അന്വേഷണം പൂർത്തിയായി കൃത്യമായ നിയമോപദേശം ലഭിച്ചാൽ ശേഖരിച്ച വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം ICL ഫിൻകോർപ്പിൻ്റെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഷെയറുകൾ സംബന്ധിച്ച പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. തട്ടിപ്പ് കമ്പനിയായ സേവ് ബോക്സിൽ നിന്ന് കോടികൾ സ്വന്തം അക്കൗണ്ടിലേക്കും ഡയറക്ടർമാരുടെയും മറ്റ് കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്കും വാങ്ങിയ KG അനിൽകുമാർ ഇതുവരെ അത് സംബന്ധിച്ച ഞങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാത്തിടത്തോളം കാലം ഇവിടെ നിക്ഷേപിക്കുന്ന പണത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ന ചോദ്യം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക തന്നെ ചെയ്യും. സേവ് ബോക്സ് എന്ന തട്ടിപ്പ് കമ്പനിയിൽ നിന്ന്, സ്വാതിക് റഹീം എന്ന തട്ടിപ്പുകാരനിൽ നിന്ന് പണം വാങ്ങിയതിലൂടെ എന്താണ് ICLും KG അനിൽകുമാറും ഉദ്ദേശിച്ചത്? തട്ടിപ്പ് കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ധനകാര്യ സ്ഥാപനം പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുമ്പോൾ ആ പണത്തിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഇത് ജനങ്ങളെ അറിയിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ശരിക്കൊന്ന് ആലോചിക്കുക എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന്.